ഓക്കെ മക്കളെ, അപ്പോ 3 ചാപ്റ്റർ ആണല്ലോ എക്സാമിനുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ സാർ എടുക്കും. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ് ചാപ്റ്ററിന്റെ പേര് നോക്കി, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്നാണ് എന്തിന്റെ പേര്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്, വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷെ അധികം തിയറീസ് ഇല്ല. പക്ഷെ കുറെ കാര്യങ്ങൾ അവിടെ മറ്റേ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനുണ്ട്. കുറെ സബ്ഷെല്ലിന്റെ ഓർഡർ, സബ്ഷെല്ല്, അതേപോലെ ഷോർട്ട് ഫോം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ട്. അവയുടെ തിയറി ആയിട്ട് പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ഒന്ന് ക്രോമിയം കോപ്പറിന്റെ ഒരു കേസ് ഉണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം എന്താണ് ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്ററും. കൂടാതെ സെക്കൻഡ് ചാപ്റ്ററും. തേർഡ് ചാപ്റ്ററിലാണ് കുറച്ച് തിയറി കൂടുതലുള്ളത് അല്ലെ, കുറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഇത് കേട്ട് പഴകിയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കാരണം നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്ത് തീർത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ സാർ പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചാണ് സാർ പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. കൂട്ടത്തിൽ നിങ്ങൾ ഞാൻ സാറ് പറയുന്നതിന്റെ ഒപ്പം ആൻസർ പറയുകയോ എഴുതിയോ പോവാ കേട്ടാ, അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ പഠിക്കും. ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇനി സാറ് പറയുന്നത്, ഇപ്പൊ സാറ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം പഠിക്കുക. സാർ എനിക്കത് കിട്ടില്ലാത്തൊരു കാര്യത്തെ പറ്റി നിങ്ങൾ വെറുതെ വേവലാതിപ്പെട്ട് അതൊന്നും കൂടെ പഠിക്കണം, അയ്യോ സാറ് പറഞ്ഞല്ലോ എന്ന് വിചാരിക്കുക ചെയ്യണ്ട. പഠിച്ചത് മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക, സാറിന്റെ ഒപ്പം ഒന്ന് ആൻസർ ഒക്കെ ചെയ്ത് പോവാം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോ ഈ കുറച്ച് സമയം നിങ്ങൾ ഇവിടെ ചെലവഴിക്കണം കേട്ടാ. ഓക്കെ അല്ലേ? അപ്പൊ സാറ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഹൗ മെനി സബ് ഷെൽസ് ആർ ദർ ഇൻ എം ഷെൽ? എം എന്ന് പറയുന്ന ഷെല്ലില് എത്ര സബ് ഷെല്ലുകളാണ് ഉള്ളതെന്നാണ് ചോദ്യം. എത്ര ഷെല്ലുകളാണെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 4 ഷെല്ലുകൾ, 5 ഷെല്ലുകൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. 4 ഷെല്ലുകളാണ് സാധാരണ നമ്മൾ പഠിച്ചു പോകുന്നത്. ഏതായിരുന്നു? കെ, എൽ, എം, എൻ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോരുന്നത് അല്ലെ. ഈ പറയുന്ന സാധനത്തില് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാം ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അങ്ങനെയൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് 10ലോട്ട് വന്നപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ഓരോ ഷെല്ലിന്റെ ഉള്ളിലും എന്തുണ്ട്, സബ് ഷെല്ലുകളുണ്ട്. അങ്ങനെ കുറച്ച് സബ് ഷെല്ലുകൾ നമ്മൾ പഠിച്ചു. SPDF എന്ന് പറയുന്ന സബ് ഷെല്ലുകൾ പഠിച്ചു. പക്ഷെ എല്ലാ ഷെല്ലിലും എല്ലാ സബ് ഷെല്ലും ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ സബ് ഷെല്ല് എന്ന് പറയും, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ, എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് മാത്രം. രണ്ടാമത്തെ ഷെല്ല് വരുമ്പോ അവിടെ എത്ര സബ് ഷെല്ലുകൾ ഉണ്ട്? 2 എണ്ണം ഉണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്. മൂന്നാമത്തേലോട്ട് വരുമ്പോഴോ എത്ര എണ്ണം ഉണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അങ്ങനെ ടോട്ടൽ എം എന്ന് പറയുന്ന ഷെല്ലില് എത്ര സബ് ഷെല്ലുകൾ ഉണ്ടടാ? ആകെ 3 സബ് ഷെല്ലുകളുള്ള, അതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഇനി 4 തൊട്ട് ബാക്കി എല്ലാത്തിലും 4 എണ്ണം വെച്ചുണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് 1 മാർക്ക് ക്വസ്റ്റൻ, എ പാർട്ടിലൊക്കെ ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇത് വേണമെങ്കിൽ ഇത് തന്നെ ചോദിക്കണം എന്നില്ല, പല ടൈപ്പിൽ വേണമെങ്കിൽ ചോദിക്കാം, പല രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഇതൊരു പാറ്റേൺ പറയാണ് സാർ. ഈ ഒരു പാറ്റേണുകളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോവാ. ഇത് തന്നെ അച്ചടിച്ചു വരും എന്നല്ല പറയുന്നത്, ഇതേ പാറ്റേൺ. അതായത് ഇപ്പൊ ചോദിച്ചത് എം ആണെങ്കിൽ ചിലപ്പോ ഒരു വട്ടം ചോദിച്ചത് എം, ഒരു വട്ടം ചോദിച്ചത് എല്ലു ആണ്. അപ്പൊ അത് ഇപ്രാവശ്യം വേണമെങ്കിൽ കെ ചോദിക്കാം. അപ്പൊ മാറി മാറി വേണമെങ്കിൽ ചോദിക്കാം. ഇതേ പാറ്റേണുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇതേപോലെ എന്റെ ഒപ്പം ഓടിക്കോളാം. കുറെ പേര് ഇപ്പൊ അവിടെ ഇരുന്ന് ആൻസർ ഒക്കെ പറഞ്ഞു കാണണം നിങ്ങളുടെ മനസ്സിൽ തന്നെ. അങ്ങനെ ഇരുന്ന് പറഞ്ഞും എഴുതിയൊക്കെ നോക്കുന്ന കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ് ഈസ് Ar3d1 4s2. അതായത് ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആർഗൺ ആണ് കേട്ടോ. AR എന്ന് പറഞ്ഞാൽ ആർഗൺ ആണ്. Ar3d1 4s2, ആർഗൺ 3d1 4s2 എന്നാണ്. അപ്പോ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. എന്താണ് ആ മെത്തേഡിന്റെ പേര്? ഷോർട്ട് ഫോം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഷോർട്ട് ഫോം എഴുതുക, ചുരുക്കെഴുത്ത് എഴുതുക എന്നാണ്. അപ്പോ സാധാരണഗതിയിൽ ഒരു എലമെന്റ് തന്നു, അതിന്റെ അറ്റോമിക് നമ്പർ തന്നു, എന്നിട്ട് അതിന് ഷോർട്ട് ഫോം എഴുതാറാണ് പതിവ്. പക്ഷെ ഇവിടെ വേറൊരു ടൈപ്പ് ചോദിച്ചു. ഇങ്ങനെ ഇപ്പൊ ചോദിക്കുന്ന ഒരു ട്രെൻഡാണത്. അതായത് ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം, മിക്കവാറും ഇത് ചോദിക്കും, ഉറപ്പാണ് ഇത് ചോദിക്കും എന്നൊന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന്റെ ടോട്ടൽ അറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. സാധാരണ അറ്റോമിക് നമ്പർ തന്നിട്ട് ഷോർട്ട് ഫോം എഴുതാൻ പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്? ഷോർട്ട് ഫോം തന്നിട്ട് അറ്റോമിക് നമ്പർ ചോദിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കാം, 3 ആൾക്കാരെ ഈ ചാപ്റ്ററിലെ അറ്റോമിക് നമ്പർ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് ഹീലിയം ആണ്, ഹീലിയം He. അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, കാണാപ്പാഠം പഠിച്ചോളണം. ഈ ഷോർട്ട് ഫോം എഴുതാനുള്ള 3 ആൾക്കാരിൽ ഒരാൾ. രണ്ടാമത്തെ ആള് നിയോൺ ആണ്. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്, അതും പഠിച്ചു വെച്ചിരിക്കണം. മൂന്നാമത്തെ ആളാണ്
ആർഗൺ. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്പർ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ചുമ്മാ കൂട്ടിയാൽ മതിയടാ. നോക്കി, AR എന്ന് പറയുന്നത് 18 ആണ്. 18ഉം പിന്നെ 3Dയിൽ എത്രയുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഫോറസിൽ എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 18ഉം 1ഉം 19, 19 പ്ലസ് 2 21 ആണ് അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? കുറെ പേർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന്റെ ആൻസർ കേട്ടോ. അത് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കണം. എന്നാലും നമുക്ക് ഇത് കൃത്യമായിട്ട് ഒരു പാറ്റേണിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇത് തന്നെ ചോദിക്കണമെന്നല്ല. ഇപ്പോ ഒരു സമയത്ത് ചോദിച്ചത് ഹീലിയം AR 4s1 എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ പല രീതിയിൽ വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. തേർഡ് ചോദ്യം കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ് സാർ. നോക്കി, മൂന്നാമത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? താഴെ സാർ കുറച്ച് സബ് ഷെല്ലുകൾ തരുന്നുണ്ട്. നോക്കിക്കേ, നല്ല ചേട്ടന്മാരാണ്. ആരൊക്കെയാണ്? ഒന്ന് 2p ഉണ്ട്, പിന്നെ 4s ഉണ്ട്, പിന്നെ 3D ഉണ്ട്, പിന്നെ 3p ഉണ്ട്. ഈ പറയുന്ന 4 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്ക് എന്നാണ് ചോദ്യം. ഊർജം വളരെ കൂടുതൽ ആർക്കാണെന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് വേണ്ടത് എന്ത് സാധനമാണ്? ആ സബ്ഷെൽസിന്റെ ഓർഡർ ആണ് അല്ലെ? നമ്മൾ കോമയിട്ട് എഴുതുന്നോ അല്ലെങ്കിൽ മറ്റേ ആരോ മാർക്കിട്ട് എഴുതി പഠിച്ചതോ ആയിട്ടുള്ള ഓർഡർ ആണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത്. എന്തായിരുന്നു ആ ഓർഡർ? എന്റെ ഒപ്പം നിങ്ങൾ പറയാൻ നോക്കി. എന്തായിരുന്നു ആ ഓർഡർ? 1s 2s 2p 3s 3p 3D 4s2. ഇങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്? ഈ ഓർഡർ പഠിച്ച് ചെയ്തവരൊക്കെ ഉണ്ടാവും ക്ലാസ്സിലൊക്കെ. കാരണം ടീച്ചർമാർ ഇത് പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ മറ്റേ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഓൾറെഡി നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, ആദ്യം 4sൽ നിറഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ, 3Dയിലോട്ട് വരാൻ പാടുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി കൂടുതൽ ആർക്കാ? 3Dക്കാണ്. ഓക്കെ, 4s കഴിഞ്ഞിട്ട് 3D വരുള്ളൂ. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ എനർജി കുറവ് 4sനും കൂടുതൽ ആർക്കാ? 3Dക്കാണ്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? 3D എന്ന് പറയുന്ന സബ്ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ എനർജി. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഓർഡർ പഠിക്കണം കേട്ടോ. ഓർഡർ പഠിക്കാതെ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ആ ഓർഡർ ആണ് നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സബ്ഷെൽ എഴുതാൻ പറ്റുന്ന ഓർഡറും സബ്ഷെൽ എന്താണെന്ന് അറിയാവുന്നത് മാത്രമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A പാർട്ടിലൊക്കെ വരുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ വിട്ട് കളയരുത്. ആ ഓരോ മാർക്കും നമ്മൾക്ക് എന്താണ്? വിലപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ അതെ 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. നോക്കി, 4th ക്വസ്റ്റ്യൻ. അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം ഈസ് 24. ക്രോമിയം എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അറിയാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ? ഞാൻ ഈ ചോദ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ആൻസർ എന്താണെന്ന് അല്ലെ? ചോദ്യം എന്താണ് സാർ ചോദിക്കുന്നത് എന്ന് വരെ നിങ്ങൾക്ക് ഇപ്പോ പിടി കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പൊ അതിൽ A ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേടാ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് എഴുതി നോക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് സാറ് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നത്. 1s2 2s2 2p6 3s2 3p6 3d4 4s1 4s2 എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ എഴുതിയൊരു ഇപ്പോ മനസ്സിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, 3d4 4s2 ആണ് സാറ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം 4sൽ നിറച്ചിട്ട് വേണം 3Dയിലേക്ക് പോവാൻ. അങ്ങനെയാണെങ്കിൽ 3d4 4s2 ആയിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്രോമിയത്തിനും കോപ്പറിനും മാത്രം പ്രത്യേക ഒരു കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ? ക്രോമിയത്തിനും കോപ്പറിനും മാത്രമാണ് ആ ഒരു സ്പെഷ്യൽ കോൺഫിഗറേഷൻ ഉള്ളൂ. അതിന്റെ കാരണത്തിലോട്ട് നമുക്ക് വരാം. അപ്പൊ അതിന്റെ കോൺഫിഗറേഷന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ നോക്കി. എന്താണ് ഇതിന്റെ ആൻസർ? 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഓക്കെ അല്ലേ? അപ്പൊ വ്യത്യാസമുണ്ട്. ഇവിടെ 3Dയിൽ 5ഉം 4sൽ 1ഉമാണ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യം 4sൽ 2 ഇട്ട് കൊടുത്ത് 3Dയിലോട്ട് എന്ത് കൊടുത്തുണ്ടാവും? 4 ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം, ക്രോമിയത്തിനും കോപ്പറിനും മാത്രം ഒരു പ്രത്യേക കോൺഫിഗറേഷൻ ആണ്. ഐഡിയ മനസ്സിലായ? അത് കാണാപ്പാടം പഠിച്ചു വെക്കരുത്. അതിനൊരു മീനിങ് ഉണ്ട്, അതിനൊരു കാരണമുണ്ട്. കാരണം പഠിച്ചു വെക്കാം. അപ്പൊ അതാണ് അടുത്ത ചോദ്യം. നോക്കിയടാ, അതിലൂടെ നെക്സ്റ്റ് ചോദ്യം. ഗിവ് റീസൺ ഫോർ ദിസ് പെക്യുലിയർ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ പ്രത്യേക സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം ഈ പറയുന്ന ക്രോമിയം എന്ന് പറയുന്ന ഈ ചേട്ടന് വരാൻ കാരണം എന്ത്? കാരണം ഓൾറെഡി പകുതി മുക്കാൽ ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഈ പറയുന്ന സാധനം പഠിച്ചു ഈ ചാപ്റ്ററിൽ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ട് എഴുതി വെച്ചോട്ടാ. നാളെ ഇത് വരുവാണെങ്കിൽ എന്നെ ഓർക്കണം. കാരണം ക്രോമിയം കോപ്പറും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എങ്ങനെയൊക്കെ വന്നാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഒരു ക്വസ്റ്റ്യൻ. നോക്കണം.
സംഭവം ഇത്രേ ഉള്ളൂ. എന്തായിരുന്നു കാരണം? സാധാരണഗതിയിൽ ആൻസർ സാറിനെ കാണിച്ചു തരാം. എന്താണ് ആൻസർ? ഇൻ കേസ് ഓഫ് ഡി സബ്ഷെല്ല്, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ കേസിൽ ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ, ഡി 10 ആകുമ്പോൾ, മാക്സിമം 10 അല്ലേ, ഡി 10 ആകുമ്പോഴും അതിന്റെ നേർപകുതി ഡി 5 ആകുമ്പോഴും അവർക്ക് എന്തുണ്ട്? ഒരു സ്റ്റെബിലിറ്റി കൈവരും, ഒരു സ്ഥിരത കൈവരും. അപ്പൊ ആ ഒരു കേസിൽ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവര് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഫോഴ്സിൽ നിന്നുള്ള 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ക്രോമിയം എങ്ങോട്ട് ചാടിക്കും? 3D ചാടിക്കും. അപ്പൊ 3D4 എന്തായിട്ട് വരും? 5 ആയിട്ട് വരും. 4s2 എന്നുള്ളത് എന്തായിട്ട് വരും? 4s1 ആയിട്ട് വരും. ഐഡിയ മനസ്സിലായോടാ? ഓക്കെ ആണോ? ഇൻ കേസ് ഓഫ് ഡി സബ്ഷെൽ ദ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആർ മോർ സ്റ്റേബിൾ ദാൻ അതർ കോൺഫിഗറേഷൻ. സോ കോൺഫിഗറേഷൻ H2D4, അതായത് 4s2D4 എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ 3D4 4s2 എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറും? 4s1 3D5 ആയിട്ട് മാറും. ഓക്കെ ആണോ? സെറ്റ് ആണോ? കാരണം പഠിച്ചു വെക്കണോട്ടാ, കാരണം ചോദിക്കുന്നതാണ് സാധാരണഗതിയിൽ കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇപ്പോ ക്രോമിയത്തിന്റെ 2 കോൺഫിഗറേഷൻ തരും, എന്നിട്ട് ചോദിക്കും വിച്ച് ഈസ് ദ റൈറ്റ് വൺ, ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, എടുത്തെഴുതുക, അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ കാരണവും ചോദിക്കും, സെയിം ടൈപ്പാ. അപ്പോ ഈ പറയുന്ന സാധനത്തിന് പല ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെ ചോദിച്ചു വരും കേട്ടോ. ഐഡിയ മനസ്സിലായോടാ? സെറ്റ് അല്ലേ? അപ്പൊ ക്രോമിയം പഠിക്കുന്നതിന്റെ ഒപ്പം എന്ത് പഠിച്ചോളാം? കോപ്പർ പഠിച്ചോളാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ സാറേ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. 5th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നോക്കി 5th ക്വസ്റ്റ്യൻ നോക്കി. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ, നേരത്തെ ഇതേപോലെ ഒരു സാധനം കണ്ടല്ലേ നിങ്ങൾ, എ എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗൺ 4s1. സാർ നേരത്തെ പറഞ്ഞു ഇതേപോലത്തെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട് അല്ലെ. സിമ്പിൾ കറക്റ്റ് അല്ല, അതായത് സിമ്പിൾ പ്രത്യേകം നമ്മൾ പറയുന്നില്ല, ഏതാണെന്ന് പറയുന്നില്ല, ജസ്റ്റ് എ എന്ന് പറഞ്ഞു. എ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആർഗൺ 4s1, Ar4s1 എന്നാണ്. ചോദ്യം എത്ര ഉള്ളൂ? 1ാമത്തെ ചോദ്യം. ടു വിച്ച് ബ്ലോക്ക് does this element belongs? ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുക? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും, കൂടുതലൊന്നും ചെയ്യേണ്ടി വരില്ല അല്ലെ. ഏത് ഗ്രൂപ്പിലാണ് ഇവര് കാണപ്പെടുക? ഏത് ഗ്രൂപ്പിലാണ്? ആലോചിച്ച് നോക്കി, ഏത് ഗ്രൂപ്പിലാണ് ഇവർ കാണപ്പെടുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോ ഏതിലാണ്? ആലോചിച്ച് നോക്കി, ഏതിലാണ്? ARന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പൊ ഒന്ന് എഴുതി നോക്കിയ മക്കള്. ARനെ ഞാൻ പറഞ്ഞിട്ട് കാണാപ്പാടം പഠിക്കണം, അല്ലാണ്ട് നിവർത്തിയില്ല. 18 ആണല്ലേ ARന്റെ കോൺഫിഗറേഷൻ, 18 ആണ്. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 വരെ ആയപ്പോ 18 ആയി അല്ലെ. 1s2 2s2 2p6 ആയപ്പോ 10 ആയി. ഇനി 3s2 3p6 ആയപ്പോ 18 ആയി. അപ്പൊ ARന്റെ പരിപാടി കഴിഞ്ഞ് ബാക്കി ആരാണ്? 4s1 ഉള്ളൂ അല്ലെ. 4s1 ഉള്ളു. അപ്പൊ ഗ്രൂപ്പ് ഏതാടാ? ഗ്രൂപ്പ് ഏതാണ് മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കി. 4s1 അല്ലേ? എസ് ബ്ലോക്ക് അല്ലേ? അപ്പൊ ഡിയിലോട്ട് പോയിട്ടില്ല, എസ് ബ്ലോക്ക് അല്ലേ? അപ്പൊ ഗ്രൂപ്പ് ഏതാ? എസിന്റെ മുകളിലുള്ള നമ്പർ അല്ലേ? ഏതാണ് എസിന്റെ മുകളിലുള്ള നമ്പർ? 1 ആണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ആൻസർ എന്താണ്? 1 ആണ്. ഗ്രൂപ്പ് 1 ആണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോടാ? മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പോ ഒരു ഡയറക്ട്ലി ഇപ്പൊ ഒരു എലമെന്റ് തന്നിട്ട്, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ചോദിക്കാം, എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, അതിന്റെ അറ്റോമിക് നമ്പർ ഇത്ര, അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് കാണുക, പീരീഡ് കാണുക. അത് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ അല്ലെ? അതല്ലാതെ ഇതേപോലെയും ചോദിക്കാം, ഇതേപോലെയും ചോദിക്കാം. എക്സ്പെക്ട് ചെയ്തോണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ 6th ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹിയർ ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ 4th ഷെൽ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ദ 3rd ഷെൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3ാമത്തെ ഷെല്ലില് ഞാൻ ആലോചിക്കുക 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് ശരിക്കും 3ൽ ഒരാൾ ബാക്കിയുണ്ടല്ലേ, ഡി കിടക്കുന്നുണ്ട്. അതിലോട്ട് പോകാതെ ഫോറസ്റ്റിലാണ് വന്ന് ഇത് കംപ്ലീറ്റ് ആയത്. അതോടുകൂടി അതിന്റെ കംപ്ലീറ്റ് ആയി. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അവിടെ കംപ്ലീറ്റ് ആയത്? അതിന് കാരണം എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം സാർ നേരത്തെ ഇപ്പൊ തന്നെ പറഞ്ഞു. ഒരു സബ്ഷെൽസ് തന്നിട്ട് ഏറ്റവും കൂടുതൽ എന്തോ ഉള്ളത് ആർക്കാണെന്നൊക്കെ പറഞ്ഞ് സാറ് 2ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലെ. അതേ കാരണം തന്നെയാണ് ഇവിടെയും ഉള്ളത്. നോക്കിക്കേളാ, ഇതിന്റെ ആൻസർ നോക്കിയേ മക്കള്. 4th shell contains 4s subshell has less energy than 3rd shell. 3rd ഷെല്ലിലുള്ള 3Dനേക്കാളും അല്ലെങ്കിൽ 3rd ഷെല്ലിലെ എനർജിനേക്കാളും 4th ഷെല്ലിലെ ഫോറസ്റ്റിനാണ് എന്ത് കൂടുതലുള്ളത്? എനർജി കുറവുള്ളത്. എന്ത് കുറവുള്ളത്? എനർജി കുറവുള്ളത്. അതായത് 3Dക്ക് എനർജി കൂടുതലും ഫോറസ്റ്റിന് എനർജി കുറവുമാണ്. അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് 3Dയിലോട്ട് പോയില്ല, പകരം എവിടെ കംപ്ലീറ്റ് ചെയ്തു? ഇലക്ട്രോൺ പൂരണം എവിടെ നടന്നു?
ഫോറസ്റ്റിൽ നടന്നു. ഐഡിയ മനസ്സിലായോടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ. അതായത് നേരത്തെ ചോദിച്ച അതേ ചോദ്യം, അതായത് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കെന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ തന്നല്ലേ, അതേ ചോദ്യം വേറൊരു ടൈപ്പിൽ ചോദിച്ചു. എന്തുകൊണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ ബാക്കിയൊരു സബ് ഷെൽ ഉണ്ടായിട്ട് അവിടെ കയറാതെ ഫോർത്തിലോട്ട് വന്നു? കാരണം ഫോറസ്റ്റിന്റെ എനർജി കുറവാണ്, ലെസ് എനർജിയാണ്. ഐഡിയ മനസ്സിലായോ? അപ്പൊ അതാണ് പല രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ തിരിച്ചും മറിച്ചും, മറ്റേ ദൃശ്യം സിനിമയിലൊക്കെ പറയുന്ന പോലെ പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന പോലെ ടീച്ചർമാർ തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ഇടും. അപ്പൊ അതുകൊണ്ട് പല രീതിയിലും എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ ഇത് ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ലെന്ന് സാറിന് അറിയാം. കാരണം ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു പോയ സാധനങ്ങളൊക്കെ ഏത് രീതിയിലാണെന്ന് കിട്ടാത്തൊരു ഭയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതൊക്കെ ഇതോടുകൂടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോ നോക്കിക്കേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ കോൾഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. ലാന്തനോയിഡും ആക്ടിനോയിഡുകളും എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് അല്ലെ. പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റത്തിൽ ഇരിക്കുന്ന രണ്ട് സെറ്റ് ആണ് എന്ത്, ഈ ലാന്തനോയിഡും ആക്ടിനോയിഡും എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ, why are they called F block elements? എന്തുകൊണ്ട് അവരെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു? അപ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനത്തെ ഒരു ദൈവമേ ഞാൻ ഇതിങ്ങനെ കേട്ടിട്ടില്ലല്ലോ, എന്താണോ ഇവരിങ്ങനെ വിളിക്കാൻ കാരണം എന്ന് കേട്ടിട്ടില്ലല്ലോ. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാടാ. നമ്മൾ ബ്ലോക്ക് കാണാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഇതിന്റെ ആൻസർ അല്ലെ. നമ്മളൊരു എക്സാമ്പിൾ എഴുതി. ഇപ്പോ 5 എന്ന് പറയുന്ന ഒരു എലമെന്റ്, 5 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റ്. അപ്പൊ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 1s2 2s2 2p1 എന്ന് വരും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇതിന്റെ ബ്ലോക്ക് കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ സാധനത്തിനും ബ്ലോക്ക് കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ പി ബ്ലോക്ക് ആണെന്ന് പറയാൻ കാരണം എന്താണ്? അതേപോലെ ഒരാൾ എഫ് ബ്ലോക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത്രേ ഉള്ളൂ അതിന്റെ ആൻസർ. എഫ് ബ്ലോക്ക് ആവാൻ കാരണം എന്താണ്? അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് എവിടെ ആയിരിക്കും? എഫ് സബ് ഷെല്ലായിരിക്കും. ഓക്കെ ആണോടാ? ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ എഫ് സബ് ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ ദ എഫ് സബ് ഷെൽ. അവസാനത്തെ ഇലക്ട്രോണുകൾ കയറി ഇത് എവിടെ ആയിരിക്കണം? എഫ് സബ് ഷെൽ ആയതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്. ഐഡിയ മനസ്സിലായോ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇതേപോലെ വേറെ ഒരു ടൈപ്പില് ഒരു എസ് ബ്ലോക്ക് മൂലകത്തെ എന്തുകൊണ്ട് എസ് ബ്ലോക്ക് മൂലകം എന്ന് വിളിക്കുന്നു? ഒരു എസ് ബ്ലോക്ക് എലമെന്റിന് ഇതേപോലെ വിളിക്കാൻ കാരണം എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് എസ്സിലാണ്. ഐഡിയ മനസ്സിലായ? പിയിലാണെങ്കിൽ പി ബ്ലോക്ക് ആണ്, ഡിയിലാണെങ്കിൽ ഡി ബ്ലോക്ക് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു പോയ ചുമ്മാ നമ്മുടെ മനസ്സിലിരിക്കുന്ന ചെറിയൊരു സാധനത്തിന് ഒരു ചോദ്യമാക്കി സിമ്പിൾ ആക്കി ഇട്ട് കളഞ്ഞു. പക്ഷെ നമ്മളൊന്ന് ടെൻഷൻ അടിപ്പിക്കും അല്ലെ. അയ്യോ ദൈവമേ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടുണ്ട് മക്കളെ, ഒന്ന് ആലോചിച്ചെടുത്താൽ മതി. ആ ഒരു ടൈപ്പ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടെ കിടക്കുന്നുണ്ട്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഏതെങ്കിലും രണ്ട് എന്നിട്ടാണ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. അതിൽ ഓൾറെഡി ഈ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, യൂസസ് എഴുതാനാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതിന്റെ യുറാനിയം തോറിയം പോലത്തുള്ള സാധനത്തിന്റെയൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ആൻസർ സാറ് കാണിച്ചു തരാൻ. വേറെ ഒന്നുമില്ല, ഈ യുറാനിയം തോറിയം പോലത്തുള്ള സാധനത്തിനെയൊക്കെ സാധാരണഗതിയിൽ എവിടെയോ യൂസ് ചെയ്യുക? ന്യൂക്ലിയർ റിയാക്ടറിൽ, ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുക ഫ്യൂവലൊക്കെ ആയിട്ട് കേട്ടോ. ഫ്യൂവലായിട്ട് യുറാനിയം തോറിയം പ്ലൂട്ടോണിയം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കും? ആണവ നിലയങ്ങളിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം യൂസ്ഡ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. ഇതിൽ ഭൂരിഭാഗവും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഉൾപ്രേരകമായിട്ട് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുക അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആരുടെയും ചോദിക്കാം. ബ്ലോക്കിന്റെ ചോദിച്ചെന്നുള്ളൂ, ഇത് തന്നെ വേണമെങ്കിൽ ആരുടെയും ചോദിക്കാം. ഡി ബ്ലോക്കിന്റെ ഇതേ പാറ്റേണിൽ ചോദിക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിനെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്ത്, അതിന്റെ യൂസ് എന്ത്, അപ്പൊ അങ്ങനെ വന്നിട്ട് അതും ചെയ്യാം അല്ലെ. ഡൈസ് ഉണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്ലാസ് കളർ ചെയ്യാനൊക്കെ പറഞ്ഞ രീതിയിൽ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരു ടൈപ്പ് പഠിക്കുമ്പോൾ, അതായത് ഒരു ബ്ലോക്ക് പഠിക്കുമ്പോൾ അത് മാത്രത്തിൽ വെക്കരുത്. ഇതിനെ ഈ പറയുന്ന ബ്ലോക്കിൽ വന്ന ക്വസ്റ്റ്യൻ മറ്റേ ബ്ലോക്കിലും ചോദിക്കാം, അടുത്ത ബ്ലോക്കിൽ ചോദിക്കാം, അതിന്റെ അപ്പുറത്തെ ബ്ലോക്കിലും ചോദിക്കാം. അങ്ങനെയും കൂടി നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കാം കേട്ടോ. എന്നാലും നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ല നമ്മൾ ഓക്കെ സാർ ഇത് പറഞ്ഞു ഇത് മാത്രം പഠിച്ചേക്കാം, അങ്ങനെയല്ല. ഇതിൽ നിന്ന് വരാൻ പോകുന്ന മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സുകൊണ്ടൊന്ന് ചോദിക്കണം. ഓക്കെ, ഇത് ഇങ്ങനെ വരുമായിരിക്കും അല്ലെ, ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലെ എന്നും കൂടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയി. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ ഇത് 7ാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 7th ക്വസ്റ്റ്യൻ. An atom has
3 ഷെൽസ്. വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി സാറ് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. ഇതേ പാറ്റേൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിരിക്കുന്നത്. ഷുവർ ആണ്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സാറ് പറയുന്നത്. ഇത് 2 വട്ടം ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2 വട്ടം ഒന്ന് തിരിച്ചൊന്ന് ചോദിച്ചിട്ടുണ്ട്. An atom has 3 shells. It has 3 electrons go to the p subshell. അതായത് ഒരു ആറ്റത്തിന് 3 ഷെൽ ഉണ്ട്. അപ്പൊ തന്നെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം, സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. 3 ഷെൽ. ഓക്കെ, 1 2 3 KLM. ഓക്കെ, 3 ഷെല്ലാണുള്ളത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യം, മൂന്നാമത്തെ 3 ഇലക്ട്രോൺസ്, ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ പിയിലേക്ക് പോകും. ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ പിയിലേക്ക് പോകും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കി. 3 സബ്ഷെല്ലാണ്, അല്ല 3 ഷെല്ലാണെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ആരൊക്കെ ഉണ്ടാവും? 1s 2s 2p 3s 3p 3d വരാം. പക്ഷെ 3d വരുന്നേക്കുമ്പോൾ ആര് വരും? 4s വരും. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 1s 2s 2p 3s 3p വരെ പോയാൽ മതി. ഇതേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 3 ഇലക്ട്രോൺ, ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ എങ്ങോട്ടാ പോവാം? 3d എന്ന് പറയുന്ന ചേട്ടനെ കണ്ടിട്ടും കൂടി ഇല്ല. എവിടേക്കേ പോകണുള്ളൂ? പിയിലേക്കേ പോകുന്നുള്ളൂ. അപ്പൊ പിയിൽ നിർത്താം. 1s 2s 2p 3s 3p നിർത്തിയാൽ മതി. ഇനി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേ. 1s 2 2s 2 2p 6 3s 2 and 3p 3. ഇത്രേ ഉള്ളൂ അതിന്റെ പരിപാടി. ഓക്കെ ആണോടാ? കുറെ പേർക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടോ? സാറിന്റെ ഒപ്പം ഒന്ന് എഴുതി പോണോട്ടാ. നിങ്ങളിപ്പോ ചെയ്യണം. അതാണ് സാറ് പറയുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം, ചിലപ്പോ വേറൊരു ചോദ്യം, 4 ഷെല്ലുണ്ട്, ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് 2 ഷെല്ലുണ്ട്, ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് എസിലാണ് എന്ന് പറയുകയാണെങ്കിൽ ആകെ 2 ഷെല്ലുള്ളൂ. അപ്പൊ 1s ഉണ്ട് 2s കാര്യങ്ങളും വരണം. 2s 2p വരണം. എസിലാണ് കയറുന്ന പറയാൻ വേണ്ടി 2p വേണ്ട, 2s മാത്രം മതി. ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറുന്നത് 2s എസിലാണ്. അതേപോലെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 1s 2s 2. ഇതേപോലെ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ കുറച്ചും കൂടെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇതേ പാറ്റേൺ വരും, പക്ഷെ ഇത് തന്നെ ചോദിക്കണം എന്നില്ല. ഇപ്പൊ പറഞ്ഞ ചോദ്യം അതേപോലെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ സാറ് പറഞ്ഞത് എല്ലാം എക്സ്പെക്ട് ചെയ്യണം നമ്മൾ, കേട്ടോ? ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ ഇതില് ഓക്കെ, ഒരു ബി ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. നോക്കി, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദിസ് എലമെന്റ്. ശ്രദ്ധിക്കണം കേട്ടോ, ധൃതി പിടിച്ച് ചെയ്യരുത്. നോക്കി, ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാ ചോദിച്ചേക്കണേ. ബാഹ്യതമ ഷെല്ല്, ലാസ്റ്റത്തെ ഷെല്ല് സബ് ഷെല്ലല്ല. കുറെ പിള്ളേർ എന്ത് ചെയ്ത് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പെട്ടെന്ന് ഈ സാധനം ധൃതി പിടിച്ചിട്ട് ആൻസർ അറിയാന്നുള്ള ഒരു ത്വരയില് എന്ത് ചെയ്യും? പെട്ടെന്ന് പിയിലുള്ള ഇലക്ട്രോൺ എഴുതി വെക്കും, 3 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. ഷെല്ലിലാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് നോക്കിയടാ. നമ്മൾ എഴുതി വെച്ച എത്രയായിരുന്നു? 1s2 2s2 2p6 3s2 3p3 എന്നാണ് നമ്മൾ എഴുതിയത്, അല്ലെ? 3p3 എന്ന് പറയുമ്പോഴും അവിടത്തെ ലാസ്റ്റത്തെ സബ്ഷെല്ലേ വന്നുള്ളൂ, അല്ലെ? 3 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എവിടെയാണ്? സബ്ഷെല്ലേ വന്നുള്ളൂ. ചോദ്യം എന്താണ്? ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് ചോദ്യം, അല്ലെ? ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്നുള്ള ഉത്തരം എന്താണ്? 3s 3pയും അതിൽ വരൂലേ? 3 എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ല്. 3s 2 എണ്ണം, 3p 3 എണ്ണം, അങ്ങനെ ടോട്ടൽ 3 + 2. ടോട്ടൽ ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ലാസ്റ്റത്തേല് 5 എണ്ണം. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായോ? സെറ്റ് അല്ലേടാ? ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ശ്രദ്ധിക്കണോട്ടാ. അവിടെ ഒരു വെകിളിപ്പ് കാണിക്കും. ഓക്കെ, എനിക്ക് ഇതിന് ആൻസർ മനസ്സിലായി, സെറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ അങ്ങോട്ട് എഴുതി വെക്കും. അങ്ങനെയല്ല, ലാസ്റ്റത്തെ ഷെല്ലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ചോദ്യം എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കണം. അതിൽ സബ്ഷെല്ല് പറഞ്ഞിട്ടുണ്ടോ, ഷെല്ല് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഇതിലൊരു സി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നോക്കിയേ, സി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കമ്മിങ് ജസ്റ്റ് അബൌവ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചു വെച്ചോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ എന്തായാലും ഓർക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ മൂലകത്തിന്റെ അതേ ഗ്രൂപ്പിൽ തൊട്ടു മുകളിലുള്ള മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ശ്രദ്ധിക്കണം. ഇതിന്റെ ഗ്രൂപ്പ് ആദ്യം കണ്ടെത്തണം. ചോദ്യം ഇതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയ 1s2 2s2 2p6 3s2 3p3 എന്ന് പറയുന്ന നിങ്ങൾ കണ്ടെത്തിയ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന മൂലകം, ആ പറയുന്ന എലമെന്റ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഗ്രൂപ്പ് നോക്കുക. അതേ ഗ്രൂപ്പിൽ തൊട്ട് മുകളിൽ വരുന്ന ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. കുറച്ച് പണിയുണ്ട് അല്ലെ? പക്ഷെ ഭയങ്കര സിമ്പിൾ ആടാ. ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഇയാളുടെ ഗ്രൂപ്പ് കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏത് ബ്ലോക്ക് ആണെന്ന് നോക്കിയാൽ പോരെ. 1s2 2s2 2p6 3s2 3p3. അപ്പൊ ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ പി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കാണാൻ എന്ത് ചെയ്യണം? മുകളിലുള്ള ഇലക്ട്രോണോട് എത്ര കൂട്ടണം? 12 കൂട്ടണം അല്ലെ? മുകളിലുള്ള ഇലക്ട്രോൺ എത്ര കൂട്ടണം?
12 കൂട്ടണം. 3 + 12 അപ്പൊ എത്രയാണ്? 15 എന്ന് കിട്ടും. ഓക്കെ ആണോ? 3 + 12 അപ്പൊ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എലിമെന്റിന്റെ മൂലകത്തിന്റെ ഗ്രൂപ്പ് കിട്ടി 15 ആണ് അല്ലെ? അതിന്റെ ഗ്രൂപ്പ് കിട്ടി എത്ര കിട്ടി? 15 എന്ന് കിട്ടി. അത് ഓക്കെ, സെറ്റ് കഴിഞ്ഞു. പക്ഷെ ചോദ്യം അതല്ല, ആ ഗ്രൂപ്പിൽ വരുന്ന ഇതേ ആളുടെ തൊട്ട് മുകളിലുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ P3 വന്നു, 3p3 വന്നപ്പോഴാണ് 15th ഗ്രൂപ്പ് കിട്ടിയത്. അതേപോലെ ഏത് P3 വന്നാലാണ് അതിന്റെ തൊട്ട് മുകളിൽ, താഴെയല്ല തൊട്ട് മുകളിലുള്ള ആളുടെ ഇതില് ഏത് P3 വന്നാലാണ് 12 കൂട്ടുമ്പോൾ 15 കിട്ടുക? 3p3 വരുമ്പോ അതിന്റെ തൊട്ട് മുകളിലുള്ള ആളിൽ ഏത് വരണോടാ? ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയില്ലേ? ഏതാണ് ആൻസർ? എന്താണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാ? 1s2 2s2 2p3 വന്നാൽ മതി. 3p3 അടി കിടക്കണം, അതിന്റെ താഴെയുള്ളത് അടുത്തതിലോട്ട് പോകും. 3p3യുടെ ഇതിലോട്ട് 12 കൂട്ടിയപ്പോ 15 എന്ന് പറയുന്ന 15 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്പർ കിട്ടിയെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ആളിലും എത്ര കിട്ടണം? 15 കിട്ടണം. അപ്പൊ ഇനി 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലും 3p കിടക്കോ? ഇല്ല, അവിടെ എന്തേ കിടക്കുള്ളൂ? സെക്കൻഡ് പീരീഡ് അല്ലേടാ, ഇത് തേർഡ് പീരീഡാ. അതിന്റെ തൊട്ട് മുകളിലെ പീരീഡ് നോക്കിയാൽ മതി, സെക്കൻഡ് പീരീഡ് അല്ലേ? അതാണ് അതിന്റെ എളുപ്പമാർഗം. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? കോൺഫിഗറേഷൻ ഒക്കെ ഇതേപോലെയൊക്കെ തന്നെ വരും. പക്ഷേ ആ സെക്കൻഡ് പീരീഡിലോട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. 1s2 2s2 2p3. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കണോണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചോ. നാളെ ഇത് വരുമ്പോഴത്തേന് എന്നെ എന്തായാലും ഓർക്കണം കേട്ടാ. അത് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനെ പല വട്ടം ചോദിച്ചതാ. ഈ പറയുന്ന എന്നിട്ടാണ് ഈ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് പലവട്ടം. അതായത് തൊട്ട് മുകളിലുള്ള എലമെന്റിന്റെ കോൺഫിഗറേഷൻ എന്ത്, അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഗ്രൂപ്പിലുള്ള മറ്റേ ആളുടെ എന്തിട്ടാണ് നോബൽ ഗ്യാസ്, തൊട്ടടുത്ത് വരുന്ന നോബൽ ഗ്യാസ് ഏത്, അതേ പീരീഡിൽ വരുന്ന നോബൽ ഗ്യാസ് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം കേട്ടാ. ഓക്കെ അല്ല, അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കണം. അത് ബെസ്റ്റ് ഒന്നും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിലത്തെ നമ്പർ ഒന്ന് നോക്കിയാൽ മതി. തേർഡ് പീരീഡിൽ വെച്ചാണെങ്കിൽ മറ്റേത് സെക്കൻഡ് പീരീഡിലായിരിക്കും. നേരെ ഇതേ കോൺഫിഗറേഷൻ ഒന്ന് 2s2 2p3 ചെയ്ത പരിപാടി അവസാനിപ്പിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സാറേ അടുത്ത അതിന്റെ ക്വസ്റ്റിനോട്ട് പോവാണ്. നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ കേട്ടോ. Mn is an element. ഇതും ഷുവർ ഷോട്ട്, ഒന്നില്ലെങ്കിൽ Mn അല്ലെങ്കിൽ Fe. ഇതിൽ ഏതെങ്കിലും ഒന്നും എപ്പോഴും ചോദിക്കുന്ന, ഒന്നില്ലെങ്കിൽ Mn അല്ലെങ്കിൽ Fe. Mn is an element which shows variable oxidation state. ഞാൻ ഈ ചോദ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഓ സാറ് പറയാൻ പോകുന്ന ചോദ്യം ഇതാണെന്ന് ഇപ്പൊ തന്നെ പിടികിട്ടിയിട്ടുണ്ടോ? നോക്കി, Mn എന്ന മൂലകത്തിന്റെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന ഒന്നാണ്. ആ പുള്ളിക്കാരൻ ഒരു വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പൊ തന്നെ പിടികിട്ടിട്ടുണ്ടാവും ഏത് ബ്ലോക്ക് ആയിരിക്കും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? ഒരു പ്രത്യേക ബ്ലോക്ക് അല്ലേ അത് കാണിക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാൻ. നോക്കി, കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സാറ് പറഞ്ഞില്ലേ ഓൾറെഡി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കുറെ പേര്. അപ്പോ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം ഈ സമയത്ത് അല്ലെ. ഈ MnO2 ഉള്ള MnO2 Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുക എന്നുള്ളതാണ്. എത്രയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? സാർ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒപ്പം ഒന്ന് ചെയ്തു പോകണം കേട്ടോ. ഇതിൽ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2. അതായത് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഹിന്റ് കിട്ടി. സാധാരണഗതിയിൽ ഓക്സിജനെ തരൂലാട്ടാ, ചില സമയത്തെ തരുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി തന്നേക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതേപോലെ ഓക്സിജനെ ക്ലോറിന്റെ ഒന്നും തരില്ല. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ, MnO2 Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനാണ്. സിമ്പിൾ പരിപാടിയല്ലേ. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. MnO2 എടുക്കുക. Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ലാത്തത് കൊണ്ട് അതിനെ Mn തന്നെ എടുത്തു. Mn ഇൻറ്റു എത്ര Mn ഉണ്ട് MnO2 MnO2 എന്ന് പറയുമ്പോൾ അതിൽ എത്ര Mn ഉണ്ട്? MnO2 എത്ര Mn ഉണ്ട്? ഒരു Mn ഉള്ളൂ. Mn അടിയിൽ നമ്പർ ഒന്നുമില്ല. സോ ഇൻവിസിബിൾ ആണ്, അയാള് 1 ആണ്. സോ Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എക്സ് ആക്കി എടുത്തിട്ടുണ്ടാവട്ടാ. എക്സ് ആക്കി എടുത്തോ, കുഴപ്പമില്ല. സാർ Mn തന്നെ എടുത്തു. Mn ഇൻറ്റു നമ്പർ ഓഫ് Mn എത്രയാണ്? 1 പ്ലസ് അടുത്ത ആൾ എടുക്കാം ഓക്സിജൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -2. എത്ര ഓക്സിജൻ ഉണ്ട് അവിടെ? 2 ഓക്സിജൻ ഇൻറ്റു 2 ഈക്വൽ ടു എന്ത് ചെയ്യുക? 0. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. Mn ഇൻറ്റു 1 Mn, അതേപോലെ -2 ഇൻറ്റു 2 -4 ഈക്വൽ ടു 0. Therefore Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനായിട്ട് ഇയാൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. മൈനസ് അപ്പുറത്തോട്ട് പോകും, എന്താവും? +4. ഇതാണ് അതിന്റെ ആൻസർ. ഐഡിയ മനസ്സിലായോ? ഇതേപോലെ Feയുടെയും ചോദിക്കാം കേട്ടോ. അപ്പൊ ആൻസർ എന്താണ്? Mnന്റെ ആൻസർ എന്താണ്? Mന്റെ അറ്റോമിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +4 ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇത് തന്നെ
എന്നിട്ടാണ് FEയുടെയും ചോദിക്കാം കേട്ടോ. FeCl3 ചോദിക്കുന്നതാണ്. Fe2-3 ചോദിക്കാറുണ്ട്, FeCl3 ചോദിക്കാറുണ്ട് അതേപോലെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ CLന്റെയും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എങ്ങാനും നിങ്ങളുടെ നല്ല ഭാഗ്യത്തിന് ഓക്സിജന്റെയും അതേപോലെ തന്നെ നമ്മളുടെ ക്ലോറിന്റെ ഒക്കെ മറ്റേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നില്ലെങ്കിൽ പെട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. സിമ്പിൾ അല്ലേ. ഓക്സിജൻ അറ്റോമിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, അതേപോലെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരും? -1 വരും. അപ്പൊ ഇത് രണ്ടും മാത്രം എന്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഇതിന്റെ ഒരു ബി ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നോക്കിക്കേ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മക്കള്. Mn ഉൾപ്പെടുന്ന മൂലകങ്ങളിൽ ഏതെങ്കിലുടെയും ഒന്നിന്റെ സവിശേഷത എഴുതുക. അതായത് റൈറ്റ് one characteristics property of element of the block in which manganese included. അതായത് ഈ മാംഗനീസ് എന്ന് പറയുന്ന ചേട്ടൻ ഇരിക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരേ ഒരു ബ്ലോക്കേ നമുക്കുള്ളൂ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒറ്റൊരു ബ്ലോക്കേ ഉള്ളൂ. ആ ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി പഠിച്ച വിന്നേഴ്സിലെ മക്കൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ വിന്നേഴ്സിൽ നിന്ന് കൃത്യമായിട്ട് മെറ്റീരിയൽ ഓരോരോ പോയിന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ചില സമയത്ത് രണ്ടെണ്ണം ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ഒരെണ്ണം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം എഴുതി വെക്കാം. നിങ്ങൾ പറഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരെണ്ണം എന്തായാലും നിങ്ങൾ മറക്കൂല. ദേ ഓൾ ആർ മെറ്റൽസ്. അവരെല്ലാവരും എന്താണ്? മെറ്റൽ. ഏത് ബ്ലോക്കാണ് അപ്പൊ അയാള്? ഡി ബ്ലോക്ക്. ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് ആണ് കേട്ടോ. അത് മനസ്സിലോട്ട് കൊണ്ടുവരാ. ഡി ബ്ലോക്ക് ആണ്. അവരെല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്. അതാണ് അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സാർ അതിന്റെ ആൻസർ കാണിച്ചു തരാം. അതിൽ കുറച്ച് ആൻസർ സാർ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? എല്ലാം ലോഹങ്ങളാണ്. ഇത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ അതിന്റെ ഒരു പോയിന്റ്. അപ്പൊ അത് എഴുതിയ ഒരു മാർക്ക് കിട്ടും. അതേപോലെ വേറെ 2-3 എണ്ണം ഉണ്ട്, ഒരു 6 എണ്ണം ഉണ്ട്. സാർ ഇത് കാണിച്ചു തരാം. ദീസ് ആർ ഫൗണ്ട് ഇൻ എവിടെ തൊട്ട് എവിടം വരെ? 3 to 12 എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ ആണ് കാണപ്പെടുക. ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് അല്ലെ. സാറ് പറഞ്ഞു അല്ലെ, ഫോറസ്റ്റിൽ ഫില്ല് ചെയ്യും. അതായത് ഈ പറയുന്ന ഡി ബ്ലോക്കിന്റെ കേസിൽ ഈ പറയുന്ന പെനൾട്ടിമേറ്റ് ഷെല്ല്, അതായത് ഈ 3Dയിലാണ് ഫില്ല് ചെയ്യുള്ളൂ. ഫോറസ്റ്റിൽ ഫില്ല് ചെയ്തിട്ട് എവിടെ ഫില്ല് ചെയ്യും? 3D ആണ് പെനൾട്ടിമേറ്റ് ഷെല്ല്. അപ്പൊ അതിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോ ഇനി അതേപോലെ അതിന്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ദേ ഷോ സിമിലാരിറ്റി നോട്ട് ഓൺലി ഇൻ ഗ്രൂപ്പ്സ് ബട്ട് ഓൾസോ ഇൻ പീരീഡ്. ഗ്രൂപ്പിൽ ആണ് സാധാരണഗതിയിൽ ഒരു സെറ്റ് അവരുടെ എല്ലാം സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. ഈ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മളുടെ മറ്റേ ഡി ബ്ലോക്ക് എലമെന്റ്സ് എടുത്താൽ ആ പീരീഡുകളും അവരുടെ ആ സെറ്റിലെ പീരീഡുകളും എന്താണ്? ഏകദേശം സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, അതേപോലെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്വസ്റ്റ്യനിലുള്ളത് പോലെ തന്നെ അതാണ് ഒരു ആൻസർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു? ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നു. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം, സിമ്പിൾ ആയിട്ട് നമുക്ക് മറക്കാതെ പറ്റുന്ന ഒരു സാധനം, ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓർമ്മിക്കുന്ന ഒറ്റ കാര്യമുള്ള ഡി ബ്ലോക്കിന് എന്താണ്? അവരെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും അല്ലെ. അതായത് നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെല്ലാവരും കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഇത്ര ഒരു 6 എണ്ണം സാറ് പറഞ്ഞു. ഒന്ന് മെറ്റൽസ്, അതേപോലെ പെനൾട്ടിമേറ്റ് ഷെല്ലിൽ കയറുന്നു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 to 12 കാണപ്പെടുന്നു, അതേപോലെ ഗ്രൂപ്പിലും പീരീഡിലും എന്ത് സിമിലാരിറ്റി കാണിക്കുന്നു, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ ഒരു 3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. ഇനി അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം ഇതിന്റെ ഒപ്പം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ. ഇനി ഡി ബ്ലോക്കിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കണം എന്നില്ല, വേറെ വല്ലതിന്റെ ആയിരിക്കും ചോദിക്കാം കേട്ടോ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ SPDF 4 എണ്ണത്തിനെ പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇതില് അടുത്ത ഒരു C ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കി കിടക്കുന്നുണ്ട്. ഈ മൂലകത്തിന്റെ തന്നെ ഈ ഒരു എലമെന്റിന് തന്നെ ഒരു C ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കി കിടക്കുന്നുണ്ട്. ഈ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ. സാർ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ സാർ ആഡ് ചെയ്താ, കാരണം ഒരു വട്ടം അത് ചോദിച്ചു കണ്ടു, അത് സെപ്പറേറ്റ്ലി ചോദിച്ചാണ്, എന്നാലും സാർ ഇവിടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഡി ആണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, എന്താണ്? ഇയാൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്ന ഒരാളാണ്. അതായത് ഡി ബ്ലോക്കിലെ ഭൂരിഭാഗം പേരും എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. വൈ? എന്തുകൊണ്ട്? അതിന്റെ ആൻസർ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അറിയാമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു നോക്കുക കേട്ടോ. കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക എന്താണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് സംഭവം ചുരുക്കത്തിൽ പറഞ്ഞു ഇത്രേ ഉള്ളൂ, റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോ എസ് മാത്രമല്ല, ഈ 3Dയിലെ ഡിയും എന്ത് ചെയ്യും? റിയാക്ഷനിൽ പങ്കെടുക്കും. അതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം. എസ് മാത്രമാണ് പങ്കെടുക്കുക, ഫോറസ് മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 or +2 വരുള്ളൂ, വേറെ ഒന്നും വരില്ല അല്ലെ. പക്ഷെ ഡി കൂടി പങ്കെടുക്കുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ ഈ ഡിയും എസും ഒരേപോലെ ഈ എനർജി ലെവൽ വളരെ ചെറുതാണ്, അവർ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കേസിൽ രണ്ടുപേരും ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എന്ത് ഈ ഒരു പ്രോബ്ലം വരാൻ കാരണം. സെറ്റിലടാ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ബിക്കോസ് ഫോർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ഔട്ടർ മോസ്റ്റ് എച്ച് സബ്ഷെൽ ആൻഡ് ദ ഔട്ട് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ ഈസ് വെരി സ്മോൾ.
അതായത് ഡിയും എസും തമ്മിലുള്ള ആ ഒരു എനർജി വ്യത്യാസം, ഊർജ്ജ വ്യത്യാസം വളരെ കുറവാണ്. Hence, the under suitable conditions, the electron in d subshell also takes part in a chemical reaction. അതായത് ചില രാസപ്രവർത്തനങ്ങളിൽ ഡി സബ്ഷെല്ലും ഈ പറയുന്ന എസിന്റെ ഒപ്പം പങ്കെടുക്കും. ഇത്ര എഴുതി വെച്ചാൽ മതി. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി വെച്ച മിക്കവാറും ഇതൊരു ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഓക്കെ, 1 മാർക്ക് മീൻസ് അങ്ങനെയല്ല, അത് ABC-യിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതേപോലെ ഇതിന്റെ ഒപ്പം പഠിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുമെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് അവരെന്തുകൊണ്ടാണ് മറ്റേ പീരീഡിലും ഗ്രൂപ്പിലും സിമിലാരിറ്റി കാണിക്കുന്നത് അറിയാലോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കേസാണ്. അപ്പൊ അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം മക്കള്. സെറ്റല്ലേ? അപ്പൊ ഇതൊപ്പം അതും കൂടി കേട്ടണം കേട്ടാ. സെറ്റല്ലടാ? അപ്പൊ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ഈ എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഷോർട്ട് ഗുഡ്സിനാണ് കേട്ടാ. MnO2 അല്ലെങ്കിൽ FeCl3 അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കും ഉറപ്പാ കേട്ടാ. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ സാറിന്റെ അടുത്ത ഒരു ക്വസ്റ്റ്യനോട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് നമ്പർ ഓഫ് അയോൺ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി വന്നു അല്ലെ. അയോണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. 26. അയോൺ എന്ന് പറയുന്ന Fe എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ 26 ആണ്. Write the subshell electronic configuration of iron. സാധാരണ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. 26 ആണല്ലോ, കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് എഴുതി നോക്കാലോ. ഒന്ന് എഴുതി നോക്കി എന്റെ മക്കള്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6 അല്ല, കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓൾറെഡി സിമ്പിൾ അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യമാണ്. അപ്പൊ FE ഒക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തോട്ടാ. ഈ FEയും MnUം ആണ് ഇതേ കണക്ക് ചോദിക്കുള്ളൂ. ഓക്കെ, ഇതിന്റെ ഇനി വേറൊരു കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നോക്കിയേ, അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾ എഴുതി പോയിട്ടുണ്ടാവും. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. ഓക്കെ, ഇപ്പൊ 3d6 എഴുതി, 4s2 എഴുതി, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എഴുതുന്നത് ക്ലാസ്സിൽ പഠിപ്പിച്ചോലും എഴുതാം. കാരണം ചില ടീച്ചേഴ്സിന് ഈ 4s2 ലാസ്റ്റ് വരണം നിർബന്ധമുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതി പഠിച്ചേക്കാം. ഇതൊരു 1 മാർക്ക് ആയിരിക്കും കേട്ടോ. ഈ ഒരു A ക്വസ്റ്റിന് 1 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അടുത്തതിന്റെ B ക്വസ്റ്റ്യൻ ഉണ്ട്. B ക്വസ്റ്റ്യൻ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നോക്കിയേ, B ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് അയോൺ. ഇത്രയും നേരം നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കാണാനായിരുന്നു. അയോണിന്റെ പീരീഡ് നമ്പറും കാണുക, ഗ്രൂപ്പ് നമ്പറും കാണുക. കാരണം ഇത്രയും നേരം നമ്മൾ അത് പഠിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു എലമെന്റ് തന്നിട്ട് അതിന്റെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും ചോദിക്കുന്നത് പതിവാ. അത് എന്തായാലും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ പീരീഡ് നമ്പറോ ഗ്രൂപ്പ് നമ്പറോ തരും. ഇപ്പൊ FE ആയതുകൊണ്ട് FE തന്നു. ഇനി ചില സമയത്ത് X എന്ന് പറയുന്ന എലമെന്റിന്റെയോ അല്ലെങ്കിൽ Y എന്ന് പറയുന്ന എലമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും നോക്കി എങ്ങനെയായിരിക്കും മക്കളെ കിട്ടുക? നോക്കിയടാ, ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കിട്ടും? ഇതൊരു ഡി ബ്ലോക്ക് അല്ലേ. ഡി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കാണാൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ലാസ്റ്റത്തെ ഡിയിലെയും അതേപോലെ എസിലെയും ഇലക്ട്രോണിന്റെ എണ്ണം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാ മതി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ ഇസ് ഈക്വൽ ടു 2 + 6 ഈക്വൽ ടു എത്ര വരും? 8 വരും. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി പീരീഡ് ഏറ്റവും വലിയ ഷെൽ നമ്പർ 1s, 2s, 2p, 3s, 3p, 4s, 3d എന്നാ. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? 1 ആണോ, 2 ആണോ, 3 ആണോ? ഏതാണ്? 4 അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ പീരീഡ് നമ്പർ എത്രയാണ്? 4 ആണ്. ഐഡിയ മനസ്സിലായോടാ? ഓക്കെ ആണോ? പീരീഡ് നമ്പർ എത്രയാണ്? 4 ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇതേപോലെ ഇപ്പൊ ഡയറക്ട്ലി ചിലപ്പോ അതേ എലമെന്റ് തന്നെ തരണം എന്നില്ല. വേറെ എക്സും വൈ സാറ് പറഞ്ഞ പോലെ അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ പീരീഡും ഗ്രൂപ്പും കാണാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് അതേപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, FeCl3 കേസിൽ ഒക്കെ വരാമെന്നാണ്. Fe2+ അയോൺ ആകുമ്പോൾ Fe2+ എന്ന് പറയുന്നത് ഒരു അയോൺ ആണ്, ചാർജ് ഉള്ള ഒരു സാധനമാണ്. ആ ഒരു സമയത്ത് അതിന്റെ കോൺഫിഗറേഷൻ എന്ത്? അപ്പൊ വ്യത്യാസമായി അല്ലെ. ഒറിജിനൽ വേറെയാ. അപ്പൊ അതിന്റെ Fe2+ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തന്നെ Mnലും ചോദിക്കാം. MnO2-ൽ Mnന്റെ മറ്റേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ ആദ്യം ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? എളുപ്പപ്പണി കിട്ടിയല്ലേ? എന്താണ്? Fe2+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. Feയുടെ തന്നിട്ടുണ്ട്, 2+ ആണ്. അപ്പൊ അതിൽ നിന്ന് ചുമ്മാ ഒറിജിനലിൽ നിന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് വേരി ചെയ്ത് എഴുതിയാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? കുറെ പേർക്ക് ഇപ്പൊ തന്നെ അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും, പട്ടപ്പെട്ടാന്ന് ചെയ്തിട്ടുണ്ടാവും. സാർ പറയുന്ന കാര്യത്തുള്ളൂ, ശ്രദ്ധിക്കുക. Fe2+ മീൻസ് പ്ലസ് എന്ന വാക്കിനർത്ഥം ഇവിടെ 2 ഇലക്ട്രോൺസ് കളഞ്ഞു എന്നുള്ളതാണ്. പ്ലസ് എന്ന് വെച്ചാൽ കളഞ്ഞു. ഇലക്ട്രോൺസ് കൊടുക്കുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടുക? ചാർജ് കിട്ടുക. ഒരു പ്ലസ് മാത്രമല്ലെങ്കിൽ 1 ഇലക്ട്രോൺ കളഞ്ഞു. 2 പ്ലസ് ആണെങ്കിൽ 2 ഇലക്ട്രോൺ, 3 പ്ലസ് ആണെങ്കിൽ 3 ഇലക്ട്രോൺ കളഞ്ഞു. ഇനി കളയുമ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യം സാറ് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺസ് കളയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 4s നിന്ന് എടുത്ത് കളയുക, എന്നിട്ട് ഇനിയും കളയാനുണ്ടെങ്കിൽ ഡിയിലോട്ട് പോവുക. 4s ആകെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് അതേപോലെ എഴുതി വെക്കാം. ഇവിടെ ആകെ 2 ഇലക്ട്രോൺ അല്ലേ കളയാനുള്ളൂ. അപ്പൊ നോക്കിക്ക് എന്ത് വരും ആൻസർ? 1s2, 2s2, 2p6, 3s2, 3p6, 3d6 ആയിട്ട് വരും. ഓക്കെ, 4s2 ഇല്ല, 4s എടുത്ത് കളഞ്ഞു, 2 ഇലക്ട്രോൺ കളഞ്ഞപ്പോൾ പിന്നെ 4s ഇല്ലല്ലോ. നേരെ മറിച്ച് Fe+ ആയിരുന്നെങ്കിലോ, Fe+ എന്ത് സംഭവിക്കുമായിരിക്കാം? 4s1 എന്ന് വരാം. അതേപോലെ Fe3+ വരുമ്പോൾ എന്ത് സംഭവിക്കും? 4s നിന്ന് 2 കളഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകണം, 3dയിലോട്ട് പോകണം. അപ്പൊ 3d5 എന്ന് വരും. ഇതാണ് അതിന്റെ വ്യത്യാസം. MNനും എക്സ്പെക്ട് ചെയ്തോട്ടാ. MNനും ഇതേപോലെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ആണോടാ? ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നു. MNന്റെയും FEയുടെയും ഇതേപോലെ എക്സ്പെക്ട് ചെയ്തോളാം എന്റെ മക്കള്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോവാണ്. 10th ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതേ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കുറച്ച് എനർജി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. സാർ ഈ കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിനും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് റെയർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കൾ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഷുവർ ഷോർട്ട് ആണ് കേട്ടോ. നോക്കിക്കേ, അതേപോലെ 2 ക്വസ്റ്റ്യനോട് സാർ പറയും. നോക്കി, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ചില മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാർ താഴെ തരുന്നുണ്ട്. നോക്കിക്കേ, ഈ പറയുന്ന P എന്ന് പറയുന്നത്, അത് സിമ്പിൾ ഒന്നും റിയൽ അല്ല കേട്ടോ. P എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, ഷോർട്ട് ഫോമിലാണ് തന്നിരിക്കുന്നത്. Q തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ R തന്നിട്ടുണ്ട്, അതേപോലെ S തന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുക. P എത്രയാണ്? അതിന്റെ ഹീലിയം 2s2 2p5 എന്ന് തന്നിരിക്കണം. അതേപോലെ നിയോൺ 3s2 അല്ല Q തന്നിട്ടുണ്ട്, നിയോൺ 3s2 3p4. അതേപോലെ R തന്നിട്ടുണ്ട്, AR 3d7 4s2. അതേപോലെ S തന്നിട്ടുണ്ട്, AR 4s1. ശ്രദ്ധിക്കുക ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ ഹീലിയത്തിന്റെയും നിയോണിന്റെയും ആർഗണിന്റെയൊക്കെ ഈ അറ്റോമിക് നമ്പർ കാണാപ്പാടം പഠിക്കാതെ നിവർത്തിയിലിടാം. ഹീലിയത്തിന്റെ 2, നിയോണിന്റെ 10, ARന്റെ 18. ഇത് പഠിക്കണം നിങ്ങൾ, പഠിക്കാതെ ഒരു നിവർത്തിയില്ല കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കേട്ടല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇത് വെച്ചാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു സാധനം ആയിരിക്കില്ല. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നോക്കിയേ, ഇത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെന്റ് Q. Qന്റെ ഇത് ഓൾറെഡി നമുക്കറിയാം, നിങ്ങൾ നേരത്തെ ചെയ്താണ്. Q എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതാനാണ്. അപ്പൊ നമുക്ക് Qവിന് ഒന്ന് നോക്കാം. നോക്കട്ടെ, Q എവിടെ? Q നോക്കിയേ നിങ്ങൾ. Qവിന്റെ അറ്റോമിക് നമ്പർ Q നിയോൺ അറിയോ? എത്രയാണ് അറ്റോമിക് നമ്പർ? സാർ പറഞ്ഞു എത്രയാണ്? 10 അല്ലേ? 10ന്റെ ഒപ്പം 3sലെ 2ഉം 3pലെ 4ഉം കൂടി കൂട്ടുക. അപ്പൊ 10ഉം 2ഉം 14 എത്രയാണ്? 16 അല്ലെ? 16 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ വരിക. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ 16 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ വരിക. എളുപ്പല്ലേ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്? ഇതിൽ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയ മൂലകം ഏത്? ദൈവത്തിനറിയാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക നിങ്ങൾ അല്ലെ? ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന സയൻസ് ഓഫ് ആറ്റത്തിലും 9ാം ക്ലാസ്സിലും ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നത് എപ്പോഴായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക? ആദ്യത്തേലായിരിക്കോ, എസ് ബ്ലോക്കിലായിരിക്കോ, പി ബ്ലോക്കിലായിരിക്കോ, ഡി ബ്ലോക്കിലായിരിക്കും എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് നോക്കിക്കേ. ഇതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ നോക്കാം. നോക്കിയേ, ഇത് നോക്കിയടാ. ഈ പറയുന്ന ആളില് ഇലക്ട്രോ നെഗറ്റിവിറ്റി എസ് ബ്ലോക്കിൽ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് കാണാപ്പാടം പഠിക്കണം. അവിടുത്തെ കേസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാ, അതേപോലെ അയണൈസേഷൻ എനർജി കുറവാ, മെറ്റാലിക് ക്യാരക്ടർ ആണ് കൂടുതൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ ഈ പറയുന്ന ഇത് മെസ്സ. അപ്പൊ ഇതിന്റെയും കാര്യമില്ല. അപ്പൊ ഇനി രണ്ടുപേരും പോയി, ഇനി ഇയാളെ മാത്രം നോക്കിയാൽ മതി. P ആൻഡ് Q നോക്കിയാൽ മതി. Pയിലും Qയിലും ശ്രദ്ധിക്കുക, രണ്ടും P ആണ്. P എന്ന് പറഞ്ഞ അറ്റത്ത് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, Pയില് പറയുന്നത് അത്രേ ഉള്ളൂ, പീരീഡിൽ അറ്റത്തോട്ട് പോകുന്നതോറുമാണ് എന്ത് കൂടുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക, കൂടുതൽ ന്യൂക്ലിയർ ചാർജ് വരുമ്പോൾ. അപ്പൊ കേസിൽ നോക്കിയാൽ ഈ പറയുന്നതിൽ 2Pയില് 4 4 + 12 എന്ന് പറയുമ്പോൾ എത്രയായി? 16 വരുള്ളൂ അല്ലെ? അപ്പൊ അതേപോലെ അപ്പൊ 16th ഗ്രൂപ്പ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ 2P5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 + 12 എന്ന് പറഞ്ഞാൽ 17 ആണ് അല്ലെ? അപ്പൊ അത് ഇതിന്റെ കേസിലാണ്. അപ്പൊ ആ ഒരു കേസിൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ആർക്കായിരിക്കും? 16th-നായിരിക്കും 17th-നായിരിക്കും. ആലോചിച്ച് നോക്കി, അറ്റത്തോട്ട് പോകുന്നതോറുമാണ് എന്ത് കൂടുക? ഈ സ്റ്റെബിലിറ്റി കൂടുക, മറ്റേ നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക. അപ്പൊ 16th കഴിഞ്ഞ് 17th-ലോട്ട് എത്തി, 18th ആണ് കൊടുക്കത്തായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കായിരിക്കും? 17th ഗ്രൂപ്പിനായിരിക്കും. അപ്പൊ ഇതിനായിരിക്കും ഈ പറയുന്ന പീക്കായിരിക്കും കുറച്ചും കൂടി എന്തുണ്ടാവുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടാവുക. ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ചെയ്തു നോക്കണം, ഗ്രൂപ്പ് കാണണം, ഗ്രൂപ്പ് കണ്ടിട്ട് മനസ്സിലാക്കണം. 18 ഗ്രൂപ്പുകളിൽ 1 തൊട്ട് അറ്റത്തോട്ട് പോകുന്നതോറും ആര് കൂടും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അതേപോലെ കൂടെ വേറൊരു സാധനം കൂടി കൂടും, അയോണൈസേഷൻ എനർജി. അപ്പൊ ഏറ്റവും അറ്റത്തുള്ള ഗ്രൂപ്പിനായിരിക്കും നല്ല ഈ സാധനങ്ങളൊക്കെ വേണ്ടി വരിക. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിയിട്ട് അതിന്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് കണ്ടെത്തിയാൽ മതി, എളുപ്പത്തിൽ കിട്ടും. സെറ്റ് ആണോടാ?
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണോട്ടാ, ഷുവർ ഷോർട്ട് ആൻഡ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതേപോലെ അപ്പൊ അതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ. ഏതിനാണ്? പിക്കാണ് കുറച്ചും കൂടി എന്ത് വരിക, ഈ കുറച്ചും കൂടെ നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് എലമെന്റ് ഹാസ് ദ ഹയർ മെറ്റാലിക് നേച്ചർ? ഇവയിൽ ഏത് മൂലകത്തിനാണ് ലോഹ സ്വഭാവം കൂടുതലുള്ളത്? ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം കൂടുതലുള്ളത് ഏതിനാണെന്നാണ് ചോദ്യം. ഹൈ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ഏതിനാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നോക്കി, ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ഏതിനാണ്? നോക്കിയടാ, ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, നോക്കിയടാ, ഇത് 3D ആണ്. 3Dയുടെ കേസല്ല നമ്മൾ പറയുന്നത്. എസിലോട്ട് നോക്കിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സിൽ എസ് ബ്ലോക്ക് എലിമെന്റ്സിന് എന്താണ് കുറച്ചും കൂടെ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണെന്നാണ് അല്ലെ. അപ്പൊ നോക്കുക, നിങ്ങൾ ഈ ഒരു ഫോറസ്റ്റിലോട്ട് നോക്കരുത് കേട്ടാ. ഈ ഫോറസ്റ്റ് എന്താണ് ഇവിടെ 3D ഉള്ളതാണ്, ഇവിടെ ഡി ബ്ലോക്കാണ്. അപ്പൊ എസ് ബ്ലോക്കിന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? എസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ നോക്കിക്കുക, എന്താണ് അതിന്റെ ആൻസർ? എന്താണ്? കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? എസ് ബ്ലോക്കിനാണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ആൻഡ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിന്റെ ഒപ്പം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചോദിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കും, ഈ പറയുന്ന ആൾക്കാരിൽ ഏതെങ്കിലും 2 ആൾക്കാർ തമ്മിലുള്ള കെമിക്കൽ ഫോർമുല എന്ത്? രാസസൂത്രം എന്ത്? അതാണ് അടുത്ത ചോദ്യം. നോക്കിക്കേ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ Q and S. ക്യൂവും എസും തമ്മിലുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. അപ്പോൾ അതിന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ക്യൂവും എസും തമ്മിലുള്ള രാസസൂത്രം. ഓൾറെഡി സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. എസിന്റെ തമ്മിലുള്ള എസും വേറൊരാളും തമ്മിലുള്ള കെമിക്കൽ ഫോർമുല എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ വാലൻസി നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഈ പറയുന്ന കെമിക്കൽ ഫോർമുല ഓൾറെഡി നിങ്ങൾ പഠിച്ചു പോയ കാര്യമാണ്. എസിന്റെ ഒക്കെ ഓൾറെഡി വാലൻസ് അറിയാം. എസിൽ ശരിക്കും പറഞ്ഞാൽ മുകളിലെ നമ്പർ നോക്കിയാൽ മതി. ഗ്രൂപ്പ് 1 ആണെങ്കിൽ വാലൻസി 1, ഗ്രൂപ്പ് 2 ആണെങ്കിൽ വാലൻസി 2, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് നോക്കാം കേട്ടോ. നോക്കി, അപ്പോൾ നമുക്ക് അതിന്റെ എന്താണ് ക്യൂവും എസും ആണ് വേണ്ടത്. നമുക്ക് ക്യൂവിന്റെയും എസിന്റെയും കാര്യങ്ങൾ നോക്കാം. ക്യൂവിലോട്ട് നോക്കാം. ക്യൂവും വേണം, എസും വേണം. ഓക്കെ, അപ്പൊ സാർ ആദ്യം എസ് എടുക്കുകയാണ്. എസ് എടുക്കുന്നു. ഓക്കെ, അപ്പോ എസ് സാർ ഇവിടെ എഴുതുന്നുണ്ട്. എസിന്റെ വാലൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഫോറസ് അല്ലേ, ഫോറസ് 1 എന്നാ. അപ്പൊ എസ് ബ്ലോക്ക് ഡി ഒന്നും ഇല്ല അവിടെ. എസ് ബ്ലോക്കില് മുകളിലത്തെ നമ്പർ നോക്കുക, ഗ്രൂപ്പ് നമ്പർ നോക്കുക. ഗ്രൂപ്പ് നമ്പർ തന്നെയായിരിക്കും അതിന്റെ വാലൻസി. അപ്പൊ ഇതിന്റെ മുകളിലുള്ള നമ്പർ 1 ആയതുകൊണ്ട് ഇതിന്റെ വാലൻസി 1. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി പിയിലോട്ട് നോക്കുക. പിയുടെ ഷെൽ വൈസ് എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിയോൺ 10 അല്ലേ, ബാക്കിയുള്ള ആളെ കൂടി കൂട്ടുക. നിയോൺ 10 + 12, അതേപോലെ തന്നെ 10 + 2 12 + 4 എന്ന് പറയുമ്പോൾ 16 വരും. അതിന് ഷെൽ വൈസ് എഴുതുമ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന ക്യൂവിന്റെ എലമെന്റിന്റെ ഷെൽ വൈസ് എഴുതാണെങ്കിൽ 2,8,6 എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഇത് കുറച്ചും കൂടി പെട്ടെന്ന് ബാലൻസ് കിട്ടും അല്ല. ഔട്ടർ മോസ്റ്റിൽ 8 ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? 6 എണ്ണം കൊടുക്കണോ അല്ലെങ്കിൽ 2 എണ്ണം മേടിക്കോ? 2 എണ്ണം മേടിക്കും. അപ്പൊ അതിന്റെ ബാലൻസി 2. ഇനി അതുമല്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു സാധനമാണ് 3Pയിലോട്ട് നോക്കിയാൽ മതി. ഈ 3Pയിൽ 6 ആവാനായിട്ട് എത്ര ഇലക്ട്രോൺസ് വേണം എന്ന് നോക്കിയാൽ മതി. എത്ര ഇലക്ട്രോൺസ് വേണം? 2 ഇലക്ട്രോൺസ് വേണ്ടേ സ്റ്റേബിൾ ആവാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി. അതാണ് അതിന്റെ ബാലൻസി. ഓക്കെ ആണോ? അപ്പൊ എസിന്റെയും കിട്ടി, ക്യൂവിന്റെയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? എസും ക്യൂവും കൂടെ എഴുതുക. എന്നിട്ട് എസിന്റെ വാലൻസി മോൾ എഴുതുക 1, ക്യൂവിന്റെ വാലൻസി മോൾ എഴുതുക 2. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഓൾറെഡി നിങ്ങൾ 9ലൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സാർ ഒന്നും കൂടെ 10ൽ എടുത്തായിരുന്നു. എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം വാലൻസീസ്. വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? എസിന്റെ അടിയിൽ 2 വരും, ക്യൂവിന്റെ അടിയിൽ 1 വരും. 1 വരുമ്പോൾ സാധാരണ നമ്മൾ കെമിസ്ട്രിയിൽ എഴുതാറില്ല. അപ്പൊ അതുകൊണ്ട് S2Q. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ ആണോടാ? അപ്പൊ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും മാത്രമല്ല, മറ്റേ ഇത് രണ്ടും മാത്രമല്ല പല ടൈപ്പിൽ ചോദിക്കും കേട്ടോ. അപ്പൊ ബാലൻസി കാണാൻ സാറ് പറഞ്ഞ എസിന്റെ കാണാൻ എളുപ്പമാണ്. ES അല്ല കേട്ടോ, എസ് ബ്ലോക്കിന്റെ കാണാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഗ്രൂപ്പ് നമ്പർ നോക്കിയാൽ മതി. പക്ഷെ പി ബ്ലോക്കിന്റെ കാണാനായിട്ട് ഒന്നില്ലെങ്കിൽ പിന്റെ ഇലക്ട്രോൺസ് എത്രയുണ്ടെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതാണ് ഏറ്റവും എളുപ്പം. പിയിലെ ഇലക്ട്രോൺസ് എത്രയുണ്ടോ അപ്പൊ അതിൽ 6 ആവാൻ എത്ര വേണം നോക്കുക. അതാണ് കുറച്ചുകൂടി എളുപ്പം. അതല്ലെങ്കിൽ ഷെൽ വൈസ് നോക്കുക. ഷെൽ വൈസ് ഒന്ന് എഴുതി നോക്കുക. ഷെൽ വൈസ് അതിന്റെ ആൻസർ കാണാം, ബാലൻസ് ഇടുക, ഇന്റർചേഞ്ച് ചെയ്യുക, ആൻസർ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് നോക്കിയ മക്കള്, എന്താണ് ഉണ്ടാവുന്ന കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നതിന്റെ ആൻസർ നോക്കി എത്രയായിരിക്കും വരിക? S2Q എന്നാണ് വരുന്നത് കേട്ടോ. എന്താണ് വരുന്നത്? S2Q എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ അതൊന്ന് ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ മറ്റേ ബാലൻസി വെച്ചിട്ട് ബാലൻസ് ചെയ്താൽ ചോദിക്കാറുണ്ട്. അത് വേറെ ചോദ്യം. അതല്ലാതെ ചോദിക്കുന്നതാണ് കെമിക്കൽ ഫോർമുല. ഈ കെമിക്കൽ ഫോർമുല ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? വാലൻസി വേണം. അപ്പൊ 2 ടൈപ്പിലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? സെറ്റാണ് സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2 elements ആർ ഗിവൻ ബിലോ. താഴെ സാർ രണ്ട് മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. എക്സ് ആർഗൺ 4s2 Ar4s2 ആൻഡ് വൈ എന്ന് പറയുന്നത് നിയോൺ 3s2 3p4 ആണ്. ഫസ്റ്റത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ. ടു വിച്ച് ഗ്രൂപ്പ് ഡു എക്സ് ആൻഡ് വൈ ബിലോങ്? എടാ നേരത്തെ ചോദിച്ച അതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സും വൈയും ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുക? ഏത് ഗ്രൂപ്പിലാണ് എക്സും വൈയും കാണപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എക്സിന്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ. നോക്കി, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഡി ബ്ലോക്ക് ഇല്ല, അതേപോലെ പി ബ്ലോക്ക് ഇല്ല. ഏറ്റവും ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്ന എവിടെയാണ്? എസ് ബ്ലോക്കിലായതുകൊണ്ട് അതിന്റെ മുകളിലത്തെ നമ്പർ നോക്കിയാൽ മതി. അത് തന്നെയാണ് അവിടുത്തെ എന്ത് ഗ്രൂപ്പ് നമ്പർ. അപ്പൊ എത്രയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ? എക്സിന്റെ ഗ്രൂപ്പിന്റെ, എക്സ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ, എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2. ഓക്കെ അല്ലേ? അതേപോലെ വൈയിലോട്ട് നോക്കുക. വൈ ഏത് ബ്ലോക്കാ നിങ്ങൾ നോക്കി? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി അല്ലേടാ. അപ്പൊ ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക്. പി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മുകളിലത്തെ ഇലക്ട്രോൺ എണ്ണത്തിനോട് എത്ര കൂട്ടണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 12 കൂട്ടി എഴുതുക. അപ്പൊ 4+12 എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എക്സിന്റെ ഗ്രൂപ്പ് നമ്പർ 2, അതേപോലെ വൈയുടെ ഗ്രൂപ്പ് നമ്പർ 16 വരും. എക്സ് മറ്റേ എസ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. വൈ എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. സോ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? ഇനി അതേപോലെ അതിന്റെ ഒപ്പം അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ബാലൻസീസ് ഓഫ് എക്സ് ആൻഡ് വൈ? സാർ നേരത്തെ പറഞ്ഞു എക്സിന്റെ വൈയുടെ ബാലൻസീസ് എന്താണെന്നാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ പറയുന്ന എക്സിന്റെ ബാലൻസി എന്ന് പറയുന്നത് നോക്കി, ഈ എക്സിന്റെ ബാലൻസി 4s അല്ലേ? 4s ആകുമ്പോൾ അതിന്റെ ബാലൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലെ. അതായത് ഈ പറഞ്ഞ എസ് ആയതുകൊണ്ട്, എസ് ബ്ലോക്ക് ആയതുകൊണ്ട് അതിന്റെ ബാലൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും വരിക. അതേപോലെ വൈ ആയതുകൊണ്ട് വൈയുടെ ബാലൻസ് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു പി ആണെങ്കിൽ പിയിലോട്ട് നോക്കിയാൽ മതി. പിയിലോട്ട് നോക്കുമ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ട്. അത് 6 ആവാനായിട്ട് എത്ര ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്? 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമുള്ളൂ. അത് 6 ആവാൻ എത്ര ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്? 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസ് എത്ര വരൂടാ? അവിടെയും എത്ര തന്നെ വരും? 2 വരും. അപ്പൊ ഈ ബാലൻസ് കിട്ടിയിട്ടേ ഇതിന്റെ അടുത്തൊരു ചോദ്യം സാർ അത് കാണിച്ചിട്ടില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാലൻസ് തന്നിട്ട് അടുത്ത ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഫോംഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇതേപോലെ തന്നെ ബാലൻസ് മുകളിൽ എഴുതുക, രണ്ടുപേരുടെ ഇന്റർചേഞ്ച് ചെയ്യുക. ആൻഡ് സെയിം നമ്പർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 2 ആണെങ്കിൽ രണ്ടുകൊടുത്തും 2 വന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, എക്സിന്റെ മുകളിൽ 2 വന്നു, വൈയുടെ മുകളിൽ 2 വന്നു. രണ്ടിന്റെ ബാലൻസ് കിട്ടിയല്ലോ. ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് വരും? x2 വരും, y2 വരും. സെയിം നമ്പർ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x1 വരും, y1 വരും. അപ്പോൾ x1 ഉം y1 ഉം എഴുതൂല, therefore xy. ഇത്രേ ഉള്ളൂ കേട്ടോ. സെയിം സാധനം തന്നെ ഒന്നുകൂടി റിപ്പീറ്റഡ് വരുന്നുണ്ട്. അപ്പോൾ സാർ അത് എഴുതാഞ്ഞതാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതേപോലെ കെമിക്കൽ ഫോർമുല ചോദിക്കും. ഓക്കെ, ആൻഡ് കമ്മിങ് ടു അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സാർ ആഡ് ചെയ്യാൻ കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ ലെറ്റസസ് പാർട്ടിലുമൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലവും എനിക്ക് തോന്നുന്നു, എനിക്കൊണ്ട് ക്രിസ്മസ് എക്സാമിനും ഇതേപോലെ ചോദിച്ച് കണ്ടു. അപ്പൊ ഈ ഒരു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ആ ഒരു ബോക്സ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് പീരിയോഡിക് ടേബിൾ ഒക്കെ കാണുമ്പോൾ ഒന്ന് പേടിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സംഭവത്തിലുള്ള ഒരു പീരിയോഡിക് ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഒരു പീരിയോഡിക് ടേബിൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആ പീരിയോഡിക് ടേബിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. ABCDEFGH എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തായിട്ട് പല ഗ്രൂപ്പുകളിലൊക്കെ പല ആൾക്കാരെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം സാർ ഇവിടെ പറയുന്നു, വിച്ച് എലമെന്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇവയിൽ +2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത് ഏത് മൂലകമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതിലായിരിക്കും? അതായത് ഏത് ഗ്രൂപ്പിലുള്ള ആളാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഒരു ബ്ലോക്കിലുള്ള ആളാണ് ഈ പറയുന്ന +1 ഉം +2 ഉം കാണിക്കുക. ഏതാണ് ആ ബ്ലോക്ക്? നോക്കിയടാ, അറ്റത്തിലോട്ട് നോക്കിയാൽ മതി അല്ലെ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആകെ 2 ഗ്രൂപ്പുകളാണ് അല്ലെ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഒരു ബ്ലോക്കിലുള്ള ആളാണ്. ഏതാണ് ആ ബ്ലോക്കിലുള്ള ആള്? നോക്കി, ഏതാണ്? എസ് ബ്ലോക്കിലുള്ള ആളാണ് അല്ലെ. അപ്പോ ഗ്രൂപ്പ് 2 ആണ്. നേരത്തെ സാറ് കെമിക്കൽ ഫോർമുല ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണ്. അതായത് +2 ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് 2 ആളായിരിക്കും എന്ത് കൊടുക്കുക? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? അതിന്റെ ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ല? സെറ്റ് അല്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതായത് ഈ പറയുന്ന +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് വരണം, ഇത് ഏത് ഗ്രൂപ്പിലായിരിക്കാം എന്ന് വരണം.
അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എസ്സിലുള്ള ആൾക്കാർക്ക് ആകെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളൂ, ഒന്ന് +1 ഒന്ന് +2. അപ്പൊ ഈ ആൾക്കാർക്കും വരും. അങ്ങനെ ഒന്ന് മനസ്സിലോട്ട് കണ്ടാൽ മതി. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞ നമ്മുടെ നോക്കി, ദ എലമെന്റ് വിച്ച് കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇവയിൽ ഏത് മൂലകത്തിനാണ് ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ളത്? ശ്രദ്ധിക്കണം. സാറ് പറഞ്ഞു ഷെല്ലെന്നാ പറഞ്ഞിട്ടുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, സബ്ഷെല്ലല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള ഒരു മൂലകം, ഒരു എലമെന്റ് ഈ പറയുന്ന നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ തന്നിരിക്കുന്ന പീരിയോഡിക് ടേബിൾ ഔട്ടർ മോസ്റ്റ് 5 ഇലക്ട്രോൺ ആർക്കായിരിക്കും? ഒന്നാലോചിച്ച് നോക്കി. ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഔട്ടർ മോസ്റ്റിൽ 5 വരണമെങ്കിൽ നമ്മളൊന്ന് എഴുതി നോക്കാം. നോക്കി, 1s2, ഇതെല്ലാം ഗ്രൂപ്പിലുള്ള ആൾക്കാരാണല്ലോ തന്നിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റിൽ 5 വരണമെങ്കിൽ ഏത് ഗ്രൂപ്പിലായിരിക്കും അത് കാണപ്പെടുക എന്ന് എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ പറയാം, സാറ് ഒന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരില്ല. ഒന്നാമത്തെ ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺ വരുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം വരാം? 8 എണ്ണം വരെ വരാം. അപ്പൊ സാറ് ചുമ്മാ എഴുതി നോക്കുകയാണ് 1s2. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ചുമ്മാ രണ്ടാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെന്ന് വെറുതെ വിചാരിക്കുക നിങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1s2, 2s2, 2p1, അല്ല 1s2, 2s2, 2p3 വരും അല്ലെ. അതായത് രണ്ടാമത്തെ ഷെല്ലിലാകെ 5 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ ഫില്ല് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വരിക. അപ്പൊ 1s2, 2s2, 2p3. ലാസ്റ്റത്തെ ഷെല്ലിൽ 2p3 വന്നു കഴിഞ്ഞപ്പോൾ പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ മുകളിലത്തെ നമ്പറിനോട് 12 കൂട്ടിയാൽ എത്ര വരും? ഗ്രൂപ്പ് നമ്പർ 15 കിട്ടൂലേടാ. ഐഡിയ മനസ്സിലായ? ഓക്കെ ആണോ? അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയുള്ള ഏതോ ഒരാൾക്ക് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് 5 ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ എന്ത് വരും? അതായത് 1s2, 2s2, 2p3 വരും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഐഡിയ മനസ്സിലായല്ലോ? ഔട്ടർ മോസ്റ്റ് ഷെൽ 5 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 2p3 വരും. അങ്ങനെയാണെങ്കിൽ +12 കൂട്ടുക, +12 കൂട്ടുമ്പോൾ എന്ത് വരും? 15 വരും. സോ ആൻസർ ഈസ് ഇ ആണ്. ഐഡിയ മനസ്സിലായോ? സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ. ആൻസർ എന്താണ് വരിക? ഇ ആണ് അതിന്റെ ആൻസർ വരിക. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായാലോടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെഷൻസ്. ഇതാണ് നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ. നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വളരെ കാര്യങ്ങളായിട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം ഈ വെകിളിപ്പ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. അതേപോലെ നമുക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ നമ്മൾ പടപടാന്ന് പറഞ്ഞിട്ട് വേറെ ആൻസർ ചിലപ്പോൾ എഴുതിപ്പോകും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ഓക്കെ ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഈ ഷെല്ലും സബ് ഷെല്ലും മാറിപ്പോകരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എക്സാം ഒക്കെ മക്കൾ കൃത്യമായിട്ട് മിടുക്കന്മാരായിട്ട് എഴുതിക്കോളാം, അടിച്ചുപൊളിച്ച് എഴുതിക്കോളും അല്ലെ? കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് മിനിറ്റിൽ ഇനി പഠിച്ച് നശിപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ കൃത്യമായിട്ട് എഴുതുക. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാണ്ടിരിക്കണം എന്നല്ല പറയണേ, വേറെ ഒന്നും നമുക്ക് എടുത്താൽ പൊങ്ങാത്തെടുത്ത് പഠിക്കേണ്ട, ഉള്ളത് തന്നെ ഒന്നും കൂടി കവർ ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി ഓക്കെ ആക്കി പോവാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ല അടിച്ചുപൊളി ചെയ്തണം കേട്ടാ.